ഗജനി എങ്ങും പോയിട്ടില്ല. അമ്പാടി ഗജനി ഫൈറ്റ് ഉടൻ ഉണ്ടാകും. അലീന അമ്പാടി വിവാഹ നിശ്ചയം ഉറപ്പായും നടക്കും. നാളെ 500ലേക്ക് കടക്കുമ്പോൾ അമ്മയറിയാതെയിൽ ആ രാത്രി അവസാനിച്ചു. അമ്മയറിയാതെ വീണ്ടും യുദ്ധക്കളമാകാൻ പോകുന്നു. അങ്ങനെ കാത്തിരുന്ന് ആ കാഴ്ച എത്തി. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. എനിക്കൊപ്പം ഒരാൾ കൂടിയുണ്ട്. ഒരു മാൻപേട. ഗജനിയുടെ ആ വാക്കുകൾ ഇന്ന് കേൾക്കാൻ ഒരു സുഖമുണ്ട്. കാരണം തട്ടിക്കൊണ്ടു പോയത് ഏതായാലും അലീന അല്ല. അലീന ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് മൂർത്തിയും സച്ചിയും ഇടയിൽ സംസാരിക്കുന്നത്. വലിയൊരു കാര്യത്തിൽ സസ്പെൻസ് ഇട്ടാണ് ഇന്നത്തെ പ്രോമോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യാം, ഓൾറെഡി ഇതാണ് സംഭവിക്കുക എന്ന് എല്ലാവരും അറിഞ്ഞു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് പൊളിയായിരുന്നു. ഇനി കാണാൻ കാത്തിരിക്കുന്നത് ഗജനി എങ്ങനെ അപർണ തട്ടിക്കൊണ്ടു പോയി എന്നാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ നേരം വെളുത്തു. കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. നാളെ നമ്മുടെ പ്രിയപ്പെട്ട ത്രില്ലർ സ്റ്റോറി 500 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ആഘോഷം ഉറപ്പാണ്. നാളത്തെ എപ്പിസോഡ് പൊളിക്കും. 500ാം എപ്പിസോഡിൽ അമ്മയറിയാതെ എത്തി നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായും വിവാഹ നിശ്ചയം നടക്കും. അതിപ്പോൾ അപർണയുടെ പേരും പറഞ്ഞ് മുടങ്ങാൻ പോകുന്നില്ല. അപർണയെ ഇപ്പോൾ വിനീതും തിരക്കാണ് തുടങ്ങും. പക്ഷേ വിനീതിന് പ്രത്യക്ഷത്തിൽ തിരക്കാണ് സാധിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് വിനീത് വലിയ ചൂട് കാണിക്കില്ല. അപർണ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോളും. അപ്പോൾ ആരും അപർണയെ തിരക്കില്ല. എന്നാൽ ഒരാൾ തിരക്കി വരും. അത് ആ ഡൊമിനിക് സാറാണ്. വരുന്നത് അപർണയെ തിരക്കിയാണോ അതോ അമ്പാടിയെ തേടിയാണോ എന്ന് ഇനിയും പറയാൻ ആകില്ല. ഏതായാലും അപർണയെ കാണാതെ വിനീത് വിഷമിക്കും. ആ കാഴ്ച കാണുമ്പോൾ വീണ്ടും എല്ലാവരും വിനീതിനെ മഹത്വം പാടും. ഹോ, ഈ വിനീതിന് എന്തൊരു നല്ല മനുഷ്യനാണ്. ഇത്രയൊക്കെ അപർണയെ ഇൻസൾട്ട് ചെയ്തിട്ട് അപർണയ്ക്ക് ആപത്ത് വന്നപ്പോൾ കണ്ടോ ആ സ്നേഹം. ഇതാകും ഇനി പറയാൻ പോകുന്ന ഡയലോഗ്. അങ്ങനെ വരുമ്പോഴും അപർണയെ എല്ലാവരും കുറ്റപ്പെടുത്തും. പിന്നെ ഇരുവരുടെ ബന്ധം അറിയുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ, യദു. അപ്പോൾ എന്നെങ്കിലും അലീന അറിയും. അമ്പാടി ഒരുങ്ങി വരുന്നതും രണ്ടാൾ ഒന്നിച്ചു നിൽക്കുന്നതും എല്ലാം നാളെ കാണാം. ഇന്ന് പീറ്റർ പപ്പയും നീരജയും തമ്മിൽ സംസാരിക്കുന്ന സീനുണ്ട്. അതുകൂടി കാണണം. ഒരു പക്ഷേ പ്രേക്ഷകർ പറയുന്നത് കേട്ട് എഴുതി ഡയലോഗ് ആയിരിക്കാം അത്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ പറയ് അതിനെക്കുറിച്ച്. ഏതാണുള്ളത് ഞാൻ നാളെ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക.